അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ പുലിവാഹം കുറച്ചായിട്ട് ഡെഡായി പോകട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചെങ്കിൽ നമ്മുടെ ആ ടാങ്കിലേക്ക് ഇട്ടപ്പോൾ കുറച്ചൊക്കെ ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചെങ്കിൽ നമ്മുടെ നാടൻ മീനിൻ്റെ ടാങ്കിലേക്ക് ഇറക്കാമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളോർക്കും നമ്മുടെ വരാലിൻ്റെ ഒക്കെ കൂടെ ഇടുമെന്ന്. വരാൽ ചിലപ്പോൾ അവന്മാരെ അറ്റാക്ക് ചെയ്ത് തിന്നാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഷീറ്റിട്ട ടാങ്കിലേക്ക് നമ്മുടെ വരാലിനെയൊക്കെ പിടിച്ച് മാറ്റാൻ പോകട്ടോ. ഇത് നമ്മുടെ സിമെൻറ്റിൻ്റെ ടാങ്കിൽ പുലിവാഹനം ഇടാൻ പോകട്ടോ. അപ്പോൾ ഒത്തിരി പറഞ്ഞ് ലാക്കടിപ്പിക്കുന്നില്ല. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ മാറിയിട്ട് പുതിയ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മീനിനെയൊക്കെ പിടിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് എല്ലാ മീനിനും ഈ കാണുന്ന നെറ്റ് വെച്ചിട്ട് കോരി പിടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി ടൈം ലാപ്സ് ഉണ്ടോ കേട്ടോ. നമുക്ക് നൈസായിട്ടാണെങ്കിൽ ഈ ഓടൊക്കെ എടുത്ത് മാറ്റാട്ടോ. മീനൊക്കെ ഇതിൻ്റെ അകത്താണ്. അയ്യോ കൂടെ നടക്കും കേട്ടോ. പിന്നെ നൈസായിട്ട് അയ്യോ വെയിറ്റ് ഇപ്പം എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നു കേട്ടോ. നൈസായിട്ട് ഇച്ചിരി കൂടി വെള്ളം പറ്റിക്കാം. നമ്മളാണെങ്കിൽ കോരിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആമക്കുട്ടനെ അറിയാണ്ട് എടുത്തെറിഞ്ഞിട്ടാ. അപ്പം നമ്മൾ കൈവച്ച് തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാല് വെച്ച് ചവിട്ടിയപ്പോൾ അവനെ കിട്ടിയിട്ടാ. അതെ അപ്പോൾ ഈ കാണണം കേട്ടോ നമ്മുടെ ആമക്കുട്ടൻ. പണ്ടൊരു വീഡിയോയൊക്കെ നമ്മൾ ഇട്ടായിരുന്നു. അപ്പോൾ അത് നമ്മളാണെങ്കിൽ വെള്ളമൊക്കെ ഒരു ഇതൊക്കെ വറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മീനൊക്കെ ചാടാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ നൈസായിട്ട് അപ്പുറത്തിരിക്കുന്ന നെറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കോരണ്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആമക്കുട്ടനാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചൂണ്ട ഇട്ട് പിടിച്ചപ്പോൾ ഏറെ തൂങ്ങിക്കിടന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ ഒരെണ്ണമൊക്കെ ചിലതൊക്കെ നിറച്ച് വന്ന് നമ്മുടെ വീട്ടിനകത്തേക്ക് കയറിയതാട്ടോ. അപ്പോൾ നമ്മൾ പിടിച്ചിട്ടതാണ്. ഈ കാണുന്ന നെറ്റ് വെച്ചിട്ട് നമ്മളൊക്കെ മീനിനെയൊക്കെ കോരാം നൈസായിട്ട്. ഇത് നമ്മൾ കോരി പിടിക്കുന്നുള്ളൂ കേട്ടോ. അതേ വലിയ അനാബാസ് തന്നെ ആദ്യം കിട്ടിയിട്ടാ. അപ്പോൾ നമ്മുടെ കരിപ്പിടി കല്ലട അങ്ങനെയൊക്കെ പറയുന്ന മീനാണ്. നല്ല സൈസുണ്ട്, അത്യാവശ്യം സൈസുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ കൊണ്ട് മറ്റേ ടാങ്കിലേക്ക് ഇടേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ആഫ്രിക്കൻ മൂസിയും കിടപ്പുണ്ട്. നൈസായിട്ട് എല്ലാത്തിനെയും കോരിയിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് അങ്ങ് ഇടാം കേട്ടോ. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇതൊക്കെ ഒഴിച്ച് വന്നപ്പോൾ അത്യാവശ്യം കലങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൈ വെച്ച് പിടിച്ചിടാന്ന് പറഞ്ഞാൽ കൈ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുള്ളൊക്കെ കയറും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റ് നമുക്ക് അടുത്ത ബക്കറ്റ് പോയിട്ട് പിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് പിടിക്കാൻ വന്നേക്കും കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ആണെങ്കിൽ മീനൊക്കെ കിടന്ന് ഭയങ്കര ചാട്ടമൊക്കെയാണ്. അപ്പോൾ നൈസായിട്ട് എല്ലാത്തിനും പിടിച്ച് നമുക്ക് ആ ടാങ്കിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ആമയാണ് നമ്മുടെ ആമക്കുഞ്ഞാട്ടോ നമ്മുടെ കയ്യിലേക്ക് വന്ന് കയറണം. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒന്ന് പിടിച്ചിട്ട് വേണം കേട്ടോ. നമുക്ക് കല്ലട കരിപ്പിടി എന്നൊക്കെ പറയുന്ന മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈസായിട്ടാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നമുക്കൊരു ചൂണ്ടയൊരു വിയറ്റ്നാം വരാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആളിത്തിരി സൈസ് കുറവാണ്. കൂടിപ്പോയ ഒരു 10 to 15 ഇഞ്ചെങ്കിലും കാണും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ അവനാണ് നമ്മൾ പിടിക്കാൻ നോക്കണം കേട്ടോ. ബട്ട് അവനെ കിട്ടുന്നില്ല. നൈസായിട്ട് അവനെ അങ്ങോട്ട് കോരാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈസിയായിട്ട് പോയിട്ട് നമ്മുടെ ടാങ്കിനോട് ചെന്നിട്ട് ഇവന്മാരെയൊക്കെ റിലീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ടാങ്കിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മീനെ ആയിട്ട് നമ്മൾ പെറുക്കി ഇടുവാണ്. ഇച്ചിരി വേസ്റ്റൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെറ്റൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് കോരി കളയാം കേട്ടോ. എല്ലാ മീനെയും നമുക്ക് നൈസായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സെറ്റ് നമുക്ക് പോയിട്ട് പിടിച്ചിട്ട് വരാം. അപ്പോൾ നൈസായിട്ടാണെങ്കിൽ നമുക്ക് ബക്കറ്റിലേക്ക് എല്ലാ ഫിഷിനെയും കോരി ഇടാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവന്മാരെയൊക്കെ മാറ്റാം. ഇവിടെ പുലിവാഹ ഇപ്പോൾ ഇന്ന് രാവിലെയും കൂടി ഡെഡായി പോയിട്ട് ആ 3 എണ്ണം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നലെ മേടിച്ചോണ്ടൊന്നാണ് കേട്ടോ 3 എണ്ണം. അവന്മാർ ഡെഡായി പോയി. എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ ആ ടാങ്കിലേക്ക് ഇടുമ്പോൾ മാത്രമാണ് വിഷയം. എന്താണെന്നൊന്നും അറിയില്ല. അറിയാവുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പം മീനിനെയൊക്കെ നമുക്ക് നൈസായിട്ടൊന്ന് പിടിച്ചിട്ട് കാണാം കേട്ടോ. ഒത്തിരി ലാഗാവും, അതുകൊണ്ടാണ്. നമുക്കാണെങ്കിൽ എല്ലാവരും അങ്ങോട്ട് ഇടാം കേട്ടോ. വലിയ അനാബസൊക്കെ ഉണ്ട്. അമറ മുള്ളൊക്കെ കൊണ്ടാൽ പിന്നെ പറയേണ്ടതില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെയിനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ വലിയ അനാബസ് നമുക്ക് വലയെ കിട്ടിയതാണ് കേട്ടോ. അതീ കാണുന്ന കേട്ടോ നമ്മുടെ വലിയ അനാബസ്. അപ്പോൾ ഇവനും വലയൊക്കെ ആയിട്ട് ഭയങ്കര കടുപിടുത്തം കേട്ടോ. അത്യാവശ്യം ടേലൊക്കെ മുറിഞ്ഞിരിപ്പുണ്ട് ചിലതിൻ്റെയൊക്കെ. അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ കോരുവാ കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ മണ്ണിൽ പേടിച്ചാട്ടോ പിടിക്കണം. എന്നാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ മഞ്ഞിൽ നമ്മളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ വായിലൊന്ന് കൈയിട്ട് നോക്കിയാണ് ജസ്റ്റ്. അപ്പോൾ നല്ല കടി കിട്ടിയിട്ടാ. അപ്പോൾ ഇവൻ പാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാണ് നമ്മൾ കൈയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ പിടിച്ചിട്ട് കാണാം.
നമ്മുടെ പോണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മനഞ്ഞിനൊക്കെ നൈസായിട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വേസ്റ്റൊക്കെ നൈസായിട്ട് നമുക്കൊന്ന് നെറ്റൊക്കെ വെച്ചിട്ട് കോരി കേട്ടോ. അപ്പോൾ ഇലയും മറ്റേ ഈ മഹാഗണിയുടെ പൂവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് കോരാട്ടോ. പിന്നെ മാവിൻ്റെ പൂ അങ്ങനെയൊക്കെ കുറച്ച് സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം. അപ്പോൾ എല്ലാ ഫിഷസും നല്ല അടിപൊളിയായിട്ട് ഓടിച്ചാടി നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്നപ്പോൾ അവന്മാർ ഒന്നും കൂടി ആക്റ്റീവായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ഇച്ചിരി വലിയ കുളത്തിലായതുകൊണ്ടായിരിക്കും കേട്ടോ അവന്മാർ ആക്റ്റീവായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ മറയൊക്കെ വെച്ച് കൊടുത്തില്ലേ അവന്മാർ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ പുലിവാഹനെയൊക്കെ നമ്മുടെ ആ സിമെൻറ്റിൻ്റെ ടാങ്കിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പുതിയ വെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ടാങ്കിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ കിണറ്റിൽ നിന്ന് ആട്ടം എടുക്കണത്. അപ്പോൾ കിണറുള്ളാകുമ്പോൾ ഇവന്മാർക്ക് യാതൊരു സീനും ഉണ്ടാവത്തില്ല കേട്ടോ. നൈസായിട്ട് നമുക്ക് ഇതൊക്കെ നിറച്ചിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ സ്ലോ ആയിരുന്നു, ഇപ്പോൾ ഭയങ്കര സ്പീഡാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിറഞ്ഞു വരട്ടെ. അപ്പോൾ വെള്ളമാണെങ്കിൽ നമ്മൾ ഒരുവിധമൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാർക്ക് ഇതൊക്കെ മതിയാവും. അപ്പോൾ ഇവന്മാരാണെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ കിടന്ന് ആക്റ്റീവായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം മതി, ഇല്ലെങ്കിൽ മഴ പെയ്യാനൊക്കെ ചാൻസ് ഉണ്ടാവുമെങ്കിൽ വെള്ളം നിറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ഇത് ഒഴുകി പോകണമാണ്. വെള്ളം വലിച്ചാണ് അങ്ങോട്ട് ഇടുന്നത്. അത്രയും നല്ല ഫോഴ്സിലാട്ടോ അവിടെ വന്നത് വെള്ളം. ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തെടുത്ത് ഒഴിച്ചിട്ടാട്ടെ അങ്ങോട്ടൊക്കെ വിടുന്നത്. വെള്ളമാണെങ്കിൽ അത്യാവശ്യം ഫോഴ്സിൽ തന്നെയാണ് നമ്മുടെ അങ്ങോട്ട് വന്നത് കേട്ടോ. അത്യാവശ്യം ഫോഴ്സ് ഉണ്ട്, കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ കേട്ടോ വെള്ളം വന്നത്. അപ്പോൾ നമ്മുടെ പുലിവാഹനം എല്ലാത്തിനും നൈസായിട്ട് പിടിക്കാം കേട്ടോ. അപ്പം നമ്മുടെ നെറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവന്മാരെയൊക്കെ കോരി അങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ബക്കറ്റിനകത്തേക്ക് നൈസായിട്ട് ഇട്ടിട്ട് നമുക്ക് ടാങ്കിൻ്റെ അവിടെ നിന്നിട്ട് ഇവന്മാരെ റിലീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടോട്ടൽ 5 എണ്ണമാണ് കേട്ടോ നമ്മുടെ ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഏകദേശം 11 ഉണ്ടായിരുന്നു കേട്ടോ, ചത്തുവയൊക്കെ കൂട്ടിയിട്ട്. എല്ലാത്തിനും നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ഇടാം കേട്ടോ. നമുക്ക് ഇതിനെയൊക്കെ പിടിച്ചിട്ട് ടാങ്കിലേക്ക് കൊണ്ടിടാം. നമ്മൾ ടാങ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പുലിവാഹനം നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ആൾ തന്നെ ചാടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് സെക്കൻഡ് പുലിവാഹനം കേട്ടോ. അപ്പോൾ 2 എണ്ണത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവന്മാരെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 2 പേരും കൂടി ഉള്ളൂ. അപ്പോൾ അവന്മാരെയും കൂടി നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് റിലീസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ഒരു ഇതൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന്മാരെ റിലീസ് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേക്കാം കേട്ടോ. എന്തെങ്കിലും ഇഞ്ചറീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നെറ്റൊക്കെ അടച്ചിടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇവന്മാർ ഭയങ്കര ചാട്ടക്കാരാണ് കേട്ടോ ഇവന്മാരുടെ വർഗ്ഗക്കാർ. അപ്പോൾ നൈസായിട്ട് എല്ലാത്തിൻ്റെയും നെറ്റൊക്കെ അടച്ച് വെച്ചേക്കാം കേട്ടോ. നമ്മുടെ അപ്പുറത്തെ ടാങ്കിലെ ഇപ്പോഴത്തെ ടാങ്കിലെ നെറ്റ് കംപ്ലീറ്റ് അടച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇവന്മാരെല്ലാവരും ചാടിപ്പോകും. നാടൻമീൻ്റെ പ്രത്യേകത അതാണ് കേട്ടോ, എല്ലാവരും ചാടിപ്പോകുന്ന ടൈപ്പാണ്. അപ്പോൾ നൈസായിട്ട് ഒത്തിരി പറഞ്ഞ് ലാഗടിപ്പിക്കാണ്ട് നമുക്ക് നെറ്റൊക്കെ അടച്ചേക്കാം കേട്ടോ. അതിന് മുമ്പുണ്ടല്ലോ നമ്മുടെ പുലിവാഹയുടെ കളറൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവന്മാർക്ക് നല്ല ഓറഞ്ച് കളറാണ്. ഇത് അറ്റത്ത് നിൽക്കുന്ന 2 എണ്ണത്തിന് ഇച്ചിരി ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലാണ് കേട്ടോ. നൈസായിട്ടാണെങ്കിൽ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഈ നെറ്റിൻ്റെ ഇതൊക്കെ ഇടാം കേട്ടോ, അല്ലെങ്കിൽ ചാടിപ്പോയാൽ പോയി തന്നെ കേട്ടോ. അപ്പോൾ നൈസായിട്ട് നെറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ടാങ്കിലേയും കൂടി മാറ്റാം കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ടാങ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നെറ്റൊക്കെ വെച്ച് അടച്ചേക്കാം. ഭയങ്കര ഓളമൊക്കെയാണ്, എല്ലാവരും നല്ല അടിച്ച് തിരുമിച്ച് നടക്കുക കേട്ടോ. അപ്പം നൈസായിട്ടാണെങ്കിൽ നമുക്ക് നെറ്റൊക്കെ വെച്ച് അടച്ചേക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അട്ട അങ്ങനത്തെ ഉള്ള ജീവികളൊക്കെ വീഴും കേട്ടോ. അപ്പം നേരത്തെ തന്നെ അടച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പം അവിടെ ചത്തുപോയ പുലിവാഹമാണ് കേട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് കുഴിച്ചിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുലിവാഹം എല്ലാവരും ആക്റ്റീവാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങളും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമ്മുടെ ചാനൽ പലവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളാണെങ്കിൽ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുലിവാഹനെയൊക്കെ പിടിച്ച് സിലിണ്ടറുടെ ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ സീനൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത്. സീൻ ഉണ്ടായാൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു.
അപ്പം നമ്മളാണെങ്കിൽ പുലിവാഹനം പിടിച്ച് മാറ്റിയിട്ടുണ്ട്, നമ്മുടെ നാടൻ മീനൊക്കെ പിടിച്ച് നമ്മുടെ ഷീറ്റ് ഇട്ടിട്ടാണെങ്കിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇമാരുടെ പുതിയൊരു അപ്ഡേഷനായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അതിന് മുന്നേ ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. എല്ലാവർക്കും ബൈ.